ഹലോ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആലോചിച്ചു നിങ്ങൾക്കൊരു പുതിയൊരു സംഭവം കാണിച്ചതേക്കാം. നമ്മളന്നേരം കസിനോയിൽ പോകാം എന്ന് വിചാരിച്ചു. ഇന്ന് മഴയായതുകൊണ്ട് വേറെ ഔട്ട്ഡോറൊന്നും പറ്റില്ല, ഭയങ്കര ക്ലൗഡിയാണ്. അതുകൊണ്ട് നമ്മൾ ഇൻഡോറായിട്ടുള്ള കസിനോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇത് ഇവിടെയുള്ള ഒരു കസിനോ ആണ്, ഗ്രോസ്വെനർ കസിനോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റപ്പിലുള്ള പരിപാടികളുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. ഇതിനകത്ത് നമ്മൾ ചെറിയ കുഞ്ഞു കസിനോകളെ കയറിയിട്ടു. അപ്പോൾ ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. ഇന്നെൻ്റെ അപ്പോൾ ഒരു മൊണ്ണയും കൂടെ ഉണ്ട് എൻ്റെ അപ്പം. ഹലോ ഹായ്. നമ്മളിത് കസിനോയിലേക്കാണ് പോകുന്നത്. ഇവൻ്റെ കയ്യിൽ മൈക്ക് കൊടുത്താണ്ടല്ലോ, ഇവൻ വിഴുങ്ങും, മൈക്ക് വിഴുങ്ങിയവൻ. ഇവൻ പിന്നെ ഇരുന്ന് കലവില നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ലോജിക്കലായിട്ടും പറയാനുള്ള കാര്യങ്ങൾ പറയും. അതാണ് നമുക്ക് അറിവ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാന്നുള്ള. ആ മീശയുടെ താഴെ കഴിക്കുന്ന ഷെയ്ക്ക് കുടിച്ച എൻ്റെ സാധനം എത്തിത്തോളാം. പായസമാണ് അത് ഷെയ്ക്ക് കുടിച്ച ഞാൻ ഓർക്കണ്ട ഇപ്പോഴും. എടാ പൊട്ട അതിൻ്റെ അകത്തിരിക്കണടാ, അങ്ങനെ ചിരണ്ടിക്ക് അങ്ങോട്ട് അങ്ങനെ പിടിച്ച് ഉണങ്ങി പിടിച്ച ആ ഷെയ്ക്കൊക്കെ കണ്ടോ, ശ്രദ്ധയില്ല. നമുക്ക് പിന്നെ വിശക്കുമ്പോൾ കഴിക്കാന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് വെച്ചോ, സേവ് ഇട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ വെറും മൊണ്ണയാണെന്ന്. കസിനോയിൽ പോവാന്ന് ഞാൻ പറഞ്ഞു. എന്നൊരു ഈ പൊട്ടൻ, ഈ വെള്ളി വെളിച്ചം ഇത്രയും ഡെവലപ്ഡ് കൺട്രീസിൽ സോഫ്റ്റ് കോപ്പീസ് മതിയാവുന്ന ഞാൻ വിശ്വസിക്കാൻ. ആൻഡ് മോറോവർ ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ ഓർത്ത് എൻ്റെ വാലറ്റിൽ ID കാർഡ് ഉണ്ടാവും. ചെയ്യാനാ നോക്കി കയറാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യണം. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം, ലൈക്ക് 5 minutes. ID കാർഡ് എടുക്കാൻ വേണ്ടി പോവാ ഞങ്ങൾ പിന്നെയും ഇവിടെ എത്തിയിരിക്കുന്നു. യെസ്, പതിനെട്ട് വയസ്സായാത്ത ചെറുക്കനാണെന്ന് പറഞ്ഞാൽ അവനെ കയറ്റത്തില്ല. എന്നെ കയറ്റും. അത് തെളിയിക്കാൻ 18 വയസ്സായില്ലെന്നും പറഞ്ഞ് നേരത്തെ ഇറക്കി വിട്ടതായിരുന്നു. പക്ഷെ തെളിയിക്കാൻ വേണ്ടി ഞാൻ ID കാർഡ് കേട്ടോ ഞാൻ കയറിയിട്ടുള്ളൂ. കാര്യം ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. പ്ലാറ്റിനം മെമ്പർഷിപ്പ് ആണ് എനിക്ക്. ഫോട്ടോ ഒക്കെ ഉണ്ട്. മോനെ ഇത് നമ്മൾ മറ്റേ സാധനം പോലെ അകത്തേക്ക് തുറന്ന് കാണാം ഇതെങ്ങനെ സംഭവം നോട്ടെ. അതുകൊണ്ടോ മോനെ, ഇതേ മറ്റേ റൗലറ്റ് ടേബിൾ, അത് ക്ലോസ്ഡ് ആണ്. റൗലറ്റ് ടേബിൾ, ഇത് കുറേ ഡീലേഴ്സ്മാരുണ്ട്. ഇതിൻ്റെ ഇതുണ്ടോ? ഇതെവിടെ റീചാർജ് ചെയ്യുന്ന എവിടെയാണെന്ന് ആദ്യം അന്വേഷിക്കാം. ഇത് നമ്മൾ ചെയ്യണ്ടേ? റീചാർജ് ചെയ്യണം. നമ്മളെന്തിനിപ്പോൾ കാണിച്ചേ? ഓടി വന്ന് നമ്മൾ ഇടിച്ചിട്ടൊക്കെ കയറിയുന്നത് അമ്മച്ചിയുടെ ലക്കി ടേബിൾ ആയിരിക്കും. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്, ഉണ്ടാവും. ഇതെവിടെ റീചാർജ് ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കാം. റീചാർജ് ചെയ്യണത് വലിയ കളിക്കൊന്നും ഇവിടുത്തെ കളിക്കൊന്നും വേണമെന്ന് പറഞ്ഞാൽ. പിന്നെ അത് പൈസ ഇടുന്നത് എങ്ങനെയാ? നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചാലോ? ഞാനിതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് ഇവിടെ വീഡിയോ റെക്കോർഡിങ് അല്ല, അവിടെ അല്ല. ടേബിൾസ് റെക്കോർഡ് ചെയ്യാൻ പാടില്ല, ഇതൊന്നും അലോഡിയല്ല. ഇവിടെ ബാറിലെങ്ങാണ്ട് മാത്രമാണ് ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. അതെ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. പിന്നെ ഒരു പ്രശ്നം പറ്റി. ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ നമ്മൾ വിഡ്രോ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓൺലൈൻ വാലറ്റ് ആയിരുന്നു. ഇത് വാലറ്റ് ഈ കാർഡിലേക്കായിരുന്നു കയറിയ. എനിക്ക് പ്രിൻ്റ് ഔട്ടായിട്ടാണ് കിട്ടിയ, എനിക്ക് വാലറ്റിലേക്കായിരുന്നു വന്നത്. അപ്പോൾ അത് പിന്നെ ഇട്ട് ഈ അതിൻ്റെ ബാലൻസ് കാണിക്കുന്നു. പോയി സാധനം കാണാനില്ല. അതിൻ്റെ പുറകെ ഓട്ടോ ആയിരുന്നു. മെയിൽ അയക്കാൻ റെഡി ആക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഡേവിഡ് അബ്രാമിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ അവർ 500 pound എടുത്ത് കൈ തന്നു. അങ്ങനെ ചിൽ ചെയ്യടാ മോനെ. ഗ്രോസനർ നിനക്ക് 500 pound നിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ട് ആ പ്രിവിലേജ് യൂസ് ചെയ്ത് തള്ളുമ്പോ തള്ളുവണ്ടി എന്ന് പറയാനുള്ളത്. ഈ കസിനോ മുന്നോട്ട് പോകുന്നത് ഇവൻ്റെ തള്ളുകൊണ്ടാണ്. സ്വാഭാവികം. അമ്മാതിരി തള്ളി കയറ്റുന്നു. ഞാൻ നിന്റെ ചാനലിൽ നിനക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്ത് പറഞ്ഞു. നിനക്കത് പിടിച്ചില്ലേ? മിനിമം ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന തള്ളുകയാണ്. മനസ്സിലാവട്ടെ. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഇനി പോയി
അടുത്ത ഗെയിം പിടിക്കാം. ഒരു ബിയറൊക്കെ കുടിച്ച് ഞാനൊരു ബിയറൊക്കെ അടിച്ച് ഞാൻ പീനട്ട് തിന്നും. ഇന്നിപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു ഓഫ് ഡേ ആണ്, ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് ഓർത്ത് ഇയാൾ ചോദിച്ചോ ഇറങ്ങിയതാണ്. ഞാൻ പറയണമല്ലോ കാര്യങ്ങൾ, പറയാനുള്ള കാര്യങ്ങൾ പറയണം. മൈക്ക് വിഴുങ്ങിയാ ഇവനും ഒന്നും സംസാരിക്കുന്നില്ല. കാലിബർ ഉള്ള ഒരാൾ സംസാരിച്ച് ചാനലിന് കുറച്ച് റീച്ച് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. നിനക്കൊരു ഉപകാരം ചെയ്യുന്ന നീ എന്താ റീച്ച് കളയായിരുന്നു. 10-90 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. ഇതങ്ങോട്ട് ഇടുമ്പോൾ കണ്ടു സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ സ്കൈ റോക്കറ്റ് ചെയ്യും. സ്കൈ റോക്കറ്റ് എനിക്ക് തോന്നുന്നു ഉള്ളവർ ഇട്ടേച്ച് പോകാതിരുന്നത്. എനിക്ക് അതിൻ്റെ വിഷമം. ഞാൻ അമ്മ നിൻ്റെ ചാനലിൻ്റെ ഒരു വെറൈറ്റി സാധനം വെച്ച് കഴിഞ്ഞാൽ ആരും കാണാത്ത കാര്യങ്ങൾ ആൾക്കാരെ കാണിക്കുന്ന ഒരു നൈസ് കൺസെപ്റ്റാണ്. ലൈക്ക് നാട്ടിലില്ലാത്ത കുറച്ച് കാര്യങ്ങളും എന്നാൽ ഇവിടെ ഉള്ള കാര്യങ്ങളും ഇവിടെ ഇതൊന്നും കൺസെപ്റ്റാണ്. ഇത്ര നാൾ ചെയ്തിട്ട് നാട്ടിലൊരു മനുഷ്യൻ ഇതുപോലെ കസിനോയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കസിനോ ക്രൊയേഷ്യയിലെ യാക്ക് പാർട്ടി അത് വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ ദാറ്റ്സ് അമേസിങ്. അത് തോന്നുന്നു. ഞാൻ ഈ സ്ഥാനത്ത് ഇത്രയും വലിയ കസിനോയിൽ ഞാൻ ഇവിടെ വന്നിട്ട് കയറിയില്ല. ഞാൻ പിന്നെ കയറിയേക്കണം മൊത്തം മറ്റേ ചെറിയ മെഷീൻ മാത്രമുള്ള ലൈവ് ബെറ്റിംഗ് ഇല്ലാത്ത ലൈവ് ബെറ്റിംഗ് ഇല്ല. അപ്പോൾ അവിടെ മെഷീൻ തന്നെ റോൾ ചെയ്യും, മെഷീൻ തന്നെ അതിൻ്റെ ഇത് വരും. വേറെ ഇതൊരു രസമാണ്, കുറച്ച് ഒരു ടൈം കില്ലറാണ്. ചുമ്മാ വീട്ടിലിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് കാശ് കളയാൻ. വേറെ ഫ്രീ കോഫി, ഫ്രീ പെപ്സി, ഫ്രീ ഡ്രിങ്ക്സ്. അതല്ല പെപ്സി, കോക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോഫി, ടീ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഒരു കോഫി പറഞ്ഞു. ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെയും കൊണ്ടുവരും. കോഫി കൊണ്ടുവരും, വേറെ പെപ്സി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരും. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഫ്രീ ആണ്. കണ്ട് ഞാനൊരു ആഡ് ഓൺ ഇൻഫർമേഷൻ ട്രിപ്പ് പറയുവാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ സാധാ ബിയർ കിട്ടുകയല്ലേ, ഇവിടെ ഷാൻഡി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ബിയറിൻ്റെ അകത്ത് ലെമണൈഡും ആഡ് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി സ്വീറ്റാണ്, ബിയറിൻ്റെ ആ ബിറ്റർ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊരു നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു. ഇതൊന്നും എൻ്റെ ചാനലിലൂടെ പ്രോത്സാഹിപ്പിക്കാൻ ആറാമായോണ്ടാണോ? ആറാമായോണ്ടല്ല, ഡ്രിങ്ക് റെസ്പോൺസിബിളി. അതല്ല, ഇത് പിള്ളേരൊക്കെ കാണുന്ന. എന്നാലും ഡ്രിങ്ക് റെസ്പോൺസിബിളി നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയല്ലേ. പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല മദ്യപാനം. നമ്മൾ ആരോടും കള്ളു കുടിക്കാൻ പറയുന്നില്ല, നമ്മളൊരു ആഡ് ഓൺ ഇൻഫർമേഷൻ പറയുന്നതല്ലേ ഉള്ളൂ. എന്താണെങ്കിലും താഴെ മറ്റേ സാധനം കൊടുത്താൽ മതി. താഴെ എഴുതിയിട്ടേക്കാം. താഴെ എഴുതിയിട്ടാണ് ഡ്രിങ്ക് റെസ്പോൺസിബിളി. ഡ്രിങ്ക് റെസ്പോൺസിബിളി എന്നിടാം. പക്ഷെ രസം കേട്ടോ, സമയം പോകും നന്നായിട്ട്. സമയം നല്ല പോലെ പോകും. സർവീസിൽ വിളിച്ചൊരു കോഫി പറഞ്ഞാണോ, അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ബെല്ലൊക്കെ അടിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പുറത്തെ ഈ ടേബിൾ ഉണ്ടല്ലോ, ഈ ടേബിളിൽ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അത് 2 മണിയാകുമ്പോഴേ തുറക്കുള്ളൂ. നോക്കട്ടെ. കാശ് പോയി കാശ്. ഇന്നും ഇത്ര ലക്കിയല്ല. ഇന്ന് നമ്മുടെ ദിവസമല്ല, ഇന്ന് അത്യാവശ്യം പൈസ പോയി. കുറച്ച് പൈസയൊക്കെ പോയിട്ട്. പക്ഷെ ഇതിൻ്റെ അത് രസമാട്ടോ, ഒരു രസമാണ്. നമുക്കിരുന്നിങ്ങനെ ഞാൻ പുതിയൊരു ട്രിക്കൊക്കെ കണ്ടുപിടിച്ചു. കുറേ പ്രാവശ്യം നമുക്ക് ചാൻസ് ഓഫ് വിന്നിങ് ഇത്തിരി പ്രോബബിലിറ്റി വെച്ചൊരു മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തൊരു ഗെയിം പ്ലാൻ നമ്മൾ നോക്കും. അത് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ, കയറിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ മൈക്ക് ഒഴുകിയാന്ന്. എന്നാണേലും അങ്ങനെയാണേലും പൈസ പോയി. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാനൊന്ന് ജസ്റ്റിഫൈ ചെയ്യട്ടോ എൻ്റെ കാശ് പോയത്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞാനൊരു സംഭവമൊക്കെ പറ്റി. ഇവനത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പുള്ളി നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നു. അതിലേക്ക് പക്ഷേ വർക്കൗട്ട് ആയില്ല, കാശ് പോയി ഗൈസ്. വർക്കൗട്ട് ആവാത്ത അത് എപ്പോഴും എല്ലാത്തിലും അങ്ങനെ ഉണ്ടാവൂലല്ലോ. ചിലരുടെ റെഡി ആവും, ചിലരുടെ റെഡി ആവില്ല. എൻ്റെ റെഡി ആയില്ല. നമുക്ക് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇച്ചിരി ടൈം ചെയ്യാനുണ്ട്. നമ്മൾ രാവിലെ വന്നിരുന്ന നല്ല രസമുണ്ട് പരിപാടി. ലൈവൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ ചിപ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തുവാരിയൊക്കെ എടുക്കണം. നമുക്ക് എൻ്റെ ഇടയ്ക്ക് ഒരു അമ്മച്ചി ഉണ്ട്, ഒരു ചൈനീസ് അമ്മച്ചി. എൻ്റെ പൊന്നളി ആ അമ്മച്ചി രാവിലെ മുതൽ കളിക്കുന്നത്. അമ്മച്ചി ഇവിടുത്തെ മറ്റേ ഇതാ ബ്ലേഡാ, ബ്ലേഡ് പരിപാടി. എന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ കയ്യിലുള്ള കാശ് എടുത്തിട്ട് ഓരോരുത്തർ വരുന്ന കാശില്ലാത്തവരൊക്കെ കൊടുത്തിട്ട് നീ ഇതിട്ടോ എത്ര വേണ്ടേ എത്ര കൊടുത്ത് വിടുവാ. എന്നിട്ട് അവരെന്ത് കളിക്കും. പ്രൈവറ്റ് മൈക്രോ ഫിനാൻസ് ആണ് പുള്ളിക്കാരത്തി. അങ്ങനെ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് പോയി കളിക്കും, എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കും, എന്നിട്ട് കൈ വയ്ക്കും, എന്നിട്ട് ഇവിടുന്ന് പലിശയ്ക്ക് കൊടുക്കും. ഈ സൈസ് പരിപാടിയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്നുകൂടെ അകത്ത് പോയി എന്നിട്ട് എന്താ അവസ്ഥ പൊളിക്കും. ഇത്തവണ നമ്മുടെ പൈസ വാരുവാ, ഒന്നും നോക്കുന്നില്ല, ചിപ്സ് വാരും ഇങ്ങനെ. പക്ഷെ ഞാൻ അകത്തുള്ള വീഡിയോയൊക്കെ എടുത്ത് തന്നെ നിങ്ങളെ ഭയങ്കര സീനായിട്ട് കാണിച്ചു തരുന്നതാണ് ഞാൻ ആലോചിച്ചത്. മറ്റേ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ സംഭവമൊക്കെ വെച്ചിട്ട് മറ്റേ ചിപ്സ് ഇടുന്നതും വാരി എടുക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ആ സാധനം നിങ്ങളെ കാണിച്ചു തരുന്നതായിരുന്നു ഞാൻ ആലോചിച്ചത്. പക്ഷെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ നമ്മുടെ അടുത്ത്.